കോഴിക്കോട് എലത്തൂരിൽ AK ശശീന്ദ്രന് NCP വീണ്ടും സീറ്റ് നൽകിയത് ഇടതു സ്വതന്ത്രനായി മത്സരിക്കും എന്ന ഭീഷണിക്ക് വഴങ്ങിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ പിന്തുണയും ശശീന്ദ്രന് അനുകൂലമായി തുണയായി. അതേസമയം സംഘടനാ നടപടി പാലിച്ചാണ് എലത്തൂരിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നാണ് AK ശശീന്ദ്രൻ 24-നോട് അവകാശപ്പെടുന്നത്. NCP കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ശശീന്ദ്രനെതിരെ ശക്തമായ എതിർസ്വരമാണ് ഉയർന്നത്. തന്റെ പേരാണ് സ്ഥാനാർത്ഥിത്വത്തിന് തടസ്സമായതെന്ന് മുക്കം മുഹമ്മദ് പറയുമ്പോൾ യഥാർത്ഥ കാരണം അതായിരുന്നില്ല. NCP കേന്ദ്ര നേതൃത്വത്തിനു മുന്നിൽ ശക്തമായ സമ്മർദ്ദമാണ് AK ശശീന്ദ്രൻ ഉയർത്തിയത്. സീറ്റ് നൽകിയില്ലെങ്കിൽ ഇടതു പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ പിന്തുണ AK ശശീന്ദ്രൻ ഉറപ്പിച്ചിരുന്നു. നിലവിൽ നിയമസഭയിലേക്ക് പാർട്ടി ഉറപ്പിക്കുന്ന സീറ്റ് നഷ്ടമാകുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇതോടെയാണ് PC ചാക്കോ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ വഴങ്ങിയത്. 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച ശശീന്ദ്രന് തന്നെ മറ്റൊരു അവസരം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് നൽകേണ്ടി വന്നു. എന്നാൽ 3 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഉയർന്നു വന്നതെന്നും NCP ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുത്തതെന്നും AK ശശീന്ദ്രൻ. പാർട്ടിയിലെ ഒരു നടപടിക്രമമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. NCPയിൽ പ്രശ്നങ്ങളില്ല, അഭിപ്രായങ്ങളുണ്ടായിരുന്നു. എലത്തൂരിലെത്തിയപ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേര് ഉയർന്നു വരികയുണ്ടായി. എലത്തൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. എലത്തൂരിൽ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ടെന്ന് പോസ്റ്റർ. ശശീന്ദ്രനെ ജയിപ്പിക്കാൻ അച്ചാരം വാങ്ങിയവരെ തിരിച്ചറിയണമെന്നും പോസ്റ്ററിലുണ്ട്. സ്ഥാനാർത്ഥിയായി വിദ്യാ ബാലകൃഷ്ണന്റെ പേര് സജീവ ചർച്ചയായതിന് പിന്നാലെയാണ് പ്രതിഷേധ പോസ്റ്റർ. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.